സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് നിമിഷ ബിജോ. നിമിഷയുടെ ചില വീഡിയോകൾ വിവാദമാകാറുണ്ട്. കടുത്ത സൈബർ ആക്രമണം നിമിഷപ്രിയയ്ക്ക് നേരിടേണ്ടി വരാറുണ്ട്. വസ്ത്രധാരണം ശരിയല്ലെന്നാണ് പ്രധാനമായും വരാറുള്ള കുറ്റപ്പെടുത്തലുകൾ. പലപ്പോഴും മോശം കമന്റുകളെ നിമിഷപ്രിയ അവഗണിക്കാറാണ് പതിവ്. ഇപ്പോഴിതാ ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വന്നതിന് പിന്നാലെ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നിമിഷ ബിജോ. ജീവിതം വഴിമുട്ടിയപ്പോഴാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തനിക്ക് തുണയായതെന്ന് നിമിഷ പറയുന്നു. സിനിമാ തേക്കുമായുള്ള അഭിമുഖത്തിലാണ് പ്രതികരണം. വീട്ടമ്മയായി ഒതുങ്ങിക്കൂടേണ്ട ആളായിരുന്നു ഞാൻ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്നയാൾ. കൊച്ചിയിലെ സ്കൂളിൽ 2 വർഷം ഡാൻസ് ടീച്ചറായി വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അമ്മായിയമ്മ പോരൊക്കെയായി കഴിഞ്ഞയാൾ. 2 കാസ്റ്റായിരുന്നു. അതുകൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റുമൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് നിമിഷ പറയുന്നു. തൻ്റെ കുടുംബം തന്നെയാണ് ഇപ്പോഴും എനിക്കൊപ്പം ഉള്ളത്. ചേട്ടൻ്റെ കുടുംബവുമായി ഹായ് ബായ് എന്നുള്ള ബന്ധമേ ഉള്ളൂ. ഞങ്ങൾക്ക് റബ്ബറിൻ്റെ വർക്കായിരുന്നു. അതിൽ നഷ്ടം വന്നു. കൊറോണ സമയത്ത് ചേട്ടന് വയ്യാതെയായി. റബ്ബർ വെട്ടുന്നതിന് പോകാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യമായിരുന്നു. മുന്നോട്ട് പോകണോ ജീവിതം തീർക്കണോ എന്നറിയാത്ത സാഹചര്യം. അന്ന് എനിക്ക് സോഷ്യൽ മീഡിയയിൽ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നോക്കാൻ അറിയില്ല. 1 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു. ചേട്ടൻ ഇതിനെക്കുറിച്ച് കുത്തിയിരുന്ന് പഠിച്ചു. ചാനൽ തുടങ്ങിയിട്ടും ക്ലിക്കായില്ല. പള്ളിയോടത്തിൽ കയറിയത് വിവാദമായതോടെയാണ് ശ്രദ്ധിക്കപ്പെട്ടതെന്നും നിമിഷ ഓർത്തു. കടുത്ത സൈബർ ആക്രമണങ്ങളും അധിക്ഷേപങ്ങളും നേരിടുമ്പോഴും തനിക്ക് ആശ്വാസമായത് ഭർത്താവിൻ്റെ പിന്തുണയുണ്ടെന്ന് നിമിഷപ്രിയ പറയുന്നു. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നേടണം. ജിയോ ചേട്ടൻ ഒപ്പമില്ലായിരുന്നു എങ്കിൽ ഞാൻ തളർന്നു പോയേനെ. എനിക്കറിയാം നീ ആരാണെന്ന്. നീ എന്തിനാണ് പേടിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ചേട്ടന് വയ്യാതെയായപ്പോഴാണ് ഇതിലേക്ക് മാറേണ്ടി വന്നത്. നീ പണിക്ക് പോയാൽ ചത്തുപോകുമെന്ന് ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞതാണ്. എന്നിട്ടും വെളുപ്പിന് പോകുമായിരുന്നു. ഞങ്ങൾ പ്രണയിച്ച് വിവാഹം ചെയ്തതല്ല. എൻ്റെ അച്ഛൻ ജിയോ ചേട്ടനെ കണ്ട് പരിചയപ്പെട്ട് ഫാമിലിയിലേക്ക് കൊണ്ടുവന്നതാണ്. ചെറിയ പ്രായത്തിലായിരുന്നു അന്ന് എനിക്ക് ചേട്ടനായിരുന്നു. ജിയോ ചേട്ടനെ ക്രിസ്ത്യനായ പെൺകുട്ടിയെ വിവാഹം ആലോചിച്ചു. എന്നാൽ കുടുംബമില്ലെന്ന് പറഞ്ഞ് കൊടുത്തില്ല. എൻ്റെ കൊച്ചിന് പ്രായമായാൽ നിനക്ക് കെട്ടിച്ചു തരാമെന്ന് അച്ചമ്മ പറഞ്ഞു. അങ്ങനെയാണ് വിവാഹം നടക്കുന്നതെന്ന് നിമിഷ ബിജോ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.